നമസ്കാരം ഡോക്ടർ. ഇതൊരു പെൺകുട്ടിയുടെ ചോദ്യമാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. അവരുടെ ഭർത്താവിന് 32 വയസ്സാണ് പ്രായം. ഇദ്ദേഹത്തിന് ലിംഗത്തിന് തീരെ ബലം ലഭിക്കുന്നില്ല. അതിന് താഴേക്കൊരു വളവ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ ഇത് യോനിയിൽ നിന്നും ഊർന്ന് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കണ്ടീഷനിൽ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ധാരണയുമില്ല. ഇതാരോടും പ്രത്യേകിച്ച് പുറത്ത് പറയാൻ പാകത്തിനൊരു ധൈര്യമില്ല. ഇത് ശരിയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത്. എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക? ഈ വളവ് ജന്മനാ ഉള്ളതാണോ പിന്നീട് വന്നതാണോ എന്നുള്ളതിനെ പറ്റി ഈ ചോദ്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല. അപ്പോൾ വളവെന്ന് പറയുന്നത് പലതരത്തിൽ വരാം. അതെങ്ങോട്ട് വേണമെങ്കിലാവാം. മുകളിലേക്കാവാം, താഴോട്ടാവാം, സൈഡിലേക്ക് വശങ്ങളിലേക്കാവാം. ഈ ഒരു കർവേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കർവ് ഓഫ് ദ പെനീസ് വെൻ ഇറ്റ് ഈസ് ഇറക്റ്റഡ്. ഉദ്ധരിച്ച് നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള വളവിനെയാണ് പെനയിൽ കർവേച്ചർ എന്ന് പറയുന്നത്. അത് ഒരു കൺജനിറ്റൽ കർവേച്ചർ ആവാം. എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ ഉള്ളൊരു വളവ്. മറ്റൊന്ന് പല കാരണങ്ങൾ കൊണ്ട് വരാം. അക്വയർഡായിട്ട് വരാം. അതായത് ആദ്യം ഇല്ലാതിരുന്നത് പിന്നീട് ഉണ്ടായി വന്നത്. പിന്നീട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന പിറോണീസ് ഡിസീസാണ്. അതിൽ ഉള്ളിൽ കാൽസിഫിക്കേഷൻ വന്നിട്ട് ഈ കോശങ്ങൾക്ക് ഡാമേജ് വരികയും അത് ചകിരി പോലെ കട്ട പിടിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. കല്ലിച്ചു പോവുക. ആ ഒരു സമയത്ത് പെനീസിന് ഏതെങ്കിലും ഒരു വശത്തേക്ക് വളവ് വരാം. ഈ വളവ് ഏറ്റവും പ്രകടമായി കാണുന്നത് ലിംഗം ഉദ്ധരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. അല്ലാത്ത സമയത്ത് അത് പ്രകടമല്ല. പക്ഷേ അത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കല്ലിപ്പ് അതിനകത്ത് അനുഭവപ്പെടാം. അതോടൊപ്പം പലർക്കും ഇതിൻ്റെ തുടക്കത്തിൽ ഉദ്ധരിക്കുന്ന സമയത്ത് നല്ല വേദന അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. വേദനയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് ഈ പെനയിൽ ടോർഷൻ, ഒരു വശത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥ വന്നാൽ ഉണ്ടാവാം. എന്തെങ്കിലും ഇഞ്ചറി കൊണ്ടുണ്ടാവാം. എവിടെയെങ്കിലും ഇടിച്ച് ചതഞ്ഞാൽ വരാം. അങ്ങനെ പല പല മൾട്ടിപ്പിൾ കോസ് കൊണ്ട് ഇതെല്ലാം ഉണ്ടാവാം. പക്ഷേ എപ്പോഴാണ് ഇതിന് ചികിത്സ തേടേണ്ടതെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഒന്ന്, ഇത്തരം കർവേച്ചറുള്ള ആൾക്കാർക്ക് അത് അവർക്ക് തന്നെ വലിയൊരു മാനസിക പ്രശ്നമുണ്ടാക്കുന്നു. ഒന്ന്, ആ ഒരു സിറ്റുവേഷൻ ചികിത്സ തേടാം. 2, ബന്ധത്തിൻ്റെ സമയത്ത് വ്യക്തിക്ക് വേദന അനുഭവപ്പെടുന്നു. 3, പങ്കാളിക്ക് വേദന അനുഭവപ്പെടുന്നു. 4, ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥ. 5, ഉദ്ധാരണം കുറയുന്ന അവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇവർ ചികിത്സ തേടേണ്ടത്. ഈ കേസിൽ 1, കർവേച്ചറുണ്ട്, 2, ഉദ്ധാരണം കുറവാണ്. പലപ്പോഴും പെയ്റോണീസ് ഡിസീസിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. വളവുണ്ടാവുകയും പിന്നീട് ഉദ്ധാരണം ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇനി ഇതിനെപ്പോഴാണ് നമ്മൾ കൃത്യമായൊരു ചികിത്സ കൊടുക്കുന്നത്? സാധാരണഗതിയിൽ ഒരു 5 to 30 ഡിഗ്രി വരെയുള്ള കർവേച്ചർ നമ്മൾ നോർമലായിട്ടാണ് കാണുക. ഇതൊരു 30 ഡിഗ്രിക്ക് മുകളിലേക്ക് വരുമ്പോഴാണ് യൂഷ്വലി ബന്ധപ്പെടാനൊക്കെ പ്രശ്നം ഉണ്ടാവുകയും അത് ഊർന്നിറങ്ങി പോവുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് നോക്കി ഇതിൻ്റെ കർവേച്ചറിൻ്റെ കാരണം എന്താണ്, അതൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കണം. അപ്പോൾ ചില കർവേച്ചറുകളിൽ ഇപ്പോൾ ഒരു പെയ്റോണീസ് ഡിസീസാണെങ്കിൽ ചില ഇഞ്ചക്ഷൻ കൊണ്ടൊക്കെ കുറേയെല്ലാം വ്യത്യാസങ്ങൾ വരാറുണ്ട്. മറ്റു ചില കർവേച്ചറിൽ സർജറി തന്നെ വേണ്ടി വരും. സർജിക്കൽ കറക്ഷനുണ്ട്. ആ സർജിക്കൽ കറക്ഷൻ വരുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഒരു ഡെപ്ത് അനുസരിച്ചിട്ട് ഈ കാൽസിഫിക്കേഷൻ എത്ര ഡീപ്പായിട്ടാണുള്ളത് എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത്. അതെല്ലാം ഒരു പരിശോധനകൾക്ക് ശേഷം വേണ്ടി വന്നാൽ ചില കേസുകളിൽ ഇംപ്ലാൻറ്റും വയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ കോസസ് ഉണ്ട്. എന്തായാലും ഈ ദമ്പതികളെ, ഈ വ്യക്തിയെ പ്രത്യേകിച്ച് കണ്ട് എല്ലാ പരിശോധനകളും നടത്തി അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം കാരണം എന്താണ്, അതിന് ട്രീറ്റ്മെൻ്റ് ഒന്ന് ആവശ്യമുള്ളതാണോ അല്ലയോ, ഇതെല്ലാം നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കൃത്യമായ ഒപ്പീനിയൻ പറയാൻ കഴിയുക. ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ചികിത്സ ആവശ്യമുള്ളതാണോ അല്ലയോ. ഓക്കെ. അല്ലാത്തത് നമ്മൾ വെറുതെ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആവശ്യമില്ലാതെ കീറി മുറിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, കോസ് ഐഡൻറ്റിഫൈ ചെയ്യണം,
ഇത് ജന്മനാ ഉള്ളതാണോ? ജന്മനാ ഉള്ളതാണ്, ബന്ധപ്പെടാൻ പറ്റും. ഒരു ചെറിയ ഇറക്ഷൻ്റെ കുറവേ ഉള്ളെങ്കിൽ അവിടെ നമ്മൾ നോക്കുന്നത് ഇറക്ഷൻ കുറഞ്ഞത് എന്തുകൊണ്ടാണ്. ഉദാഹരണക്കുറവിന് കാരണങ്ങളുണ്ടാവാം. അതിന് മരുന്ന് കൊടുത്താൽ ശരിയാവുന്നതാണ്, ഈ കർവേച്ചർ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അങ്ങനെയുണ്ട്. അതെല്ലാം നോക്കാതെ ചുമ്മാ വന്നാൽ ഉടനെ നേരെ പിടിച്ച് വെട്ടിക്കീറി അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു സംശയം വളരെ കൃത്യമായി അതിനുള്ളൊരു മറുപടി നൽകി കഴിഞ്ഞു. അതിന് ചികിത്സയുണ്ട്, പക്ഷെ ചികിത്സ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.